ഞങ്ങൾ തട്ടേക്കാട് പക്ഷിസങ്കേതത്തിൽ വന്നിട്ട് എന്താ ബോട്ടിങ്ങിനായിട്ട് പോവുകയാണ്. ഇപ്പോൾ സമയം 3 മണിയായിട്ടുണ്ട്. സമയത്താണ് ബോട്ടിൽ കയറി 1.5 മണിക്കൂർ 2 മണിക്കൂർ ബോട്ടിംഗ് ഉണ്ട് അവിടെ. 5 മണി വരെ ബോട്ടിങ്ങേ ഉള്ളൂ. ബോട്ടിങ്ങിന് പോകുന്ന വഴിക്ക് നമ്മുടെ ഈ സൈഡിൽ കാണുന്ന ഇത് മെഡിസിനൽ പ്ലാന്റ്സിൻ്റെയും ഓരോ നക്ഷത്രത്തിൻ്റെ വൃക്ഷങ്ങളുടെ തൈകളും നട്ടിരിക്കുന്നതാണ് ഇവിടെ. നമ്മൾ നേരെ ബോട്ടിലേക്ക് കയറുകയാണ്. ബാക്കി കാഴ്ചകൾ ബോട്ടിൽ കയറിയതിന് ശേഷം നമുക്ക് കാണാം. ഞങ്ങൾ അങ്ങനെ വേണ്ട ബോട്ട് യാത്ര ആരംഭിക്കാൻ പോവുകയാണ്. നമ്മളിപ്പോൾ കയറിയേക്കുന്നത് ഇടമലയാറിൻ്റെ ഭാഗത്തു നിന്നാണ്. നമ്മളെല്ലാം കയറി ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് റെഡിയായിരിക്കുകയാണ്. ഇടമലയാർ ഭാഗത്തു നിന്നാണ് ബോട്ടിൽ കയറിയിരിക്കുന്നത്. പറഞ്ഞതനുസരിച്ച് ഇടമലയാറിന് നേരെ പെരിയാർ ഡാമിൻ്റെ സൈഡിൽ ചെന്നിട്ട് അവിടെ നിന്ന് നേരെ ഭൂതത്താങ്കട്ട് ഡാമിൻ്റെ ചെന്ന് തിരിച്ചു പോരുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിവിടുത്തെ പ്രകൃതി ഭംഗിയും ഒക്കെ കണ്ട് ആസ്വദിച്ച് യാത്ര തുടരാം. പഴയ ഗ്രൂപ്പ് വരെ 2 പേരിനകത്തുണ്ടല്ലോ. പഴയ ഗ്രൂപ്പ് വരെ 2 പേരിനകത്തുണ്ടല്ലോ. 2 പേരിരിക്കുന്നില്ലേ? മോനും ഉണ്ട്. ഇപ്പം ഞങ്ങളുടെ പഴയ നാഗർകോവിൽ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഒത്തുകൂടിയാണ്. 4 ഫാമിലി ഉണ്ട്. ഇപ്പോൾ കൂടെ എല്ലാവർക്കും കൂടെ വരാൻ പറ്റിയില്ല. ഞങ്ങൾക്ക് 4 ഫാമിലിക്ക് മാത്രമേ ഒത്തുള്ളൂ ഇതിൻ്റെ കൂടെ കൂടാനായിട്ട്. ഞങ്ങളുടെ യാത്ര നല്ല അടിപൊളിയായിരിക്കും. നിങ്ങൾക്ക് ആ കാഴ്ചകളെ കണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങൾ ഇടയ്ക്ക് വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ ഒന്ന് കൂടാറുണ്ട്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ അവിടുന്ന് പോകുന്നതിന് ശേഷം 2ാമത്തെ ഒത്തുകൂടലാണിത്. നിങ്ങളും ഞങ്ങളോട് കൂടിക്കോ, നമുക്കൊന്നിച്ച് പോകാം. എന്തുള്ള മണ്ണുകൊണ്ടുള്ള കേട്ടത് മണ്ണുകൊണ്ടാണ് ബാണാസുരം. മണ്ണല്ല മണ്ണ് മണ്ണല്ല മണ്ണ്. അത്രയും കേൾപ്പം മണ്ണ് കഴിക്കുന്ന ഓർമ്മ വന്നോണ്ടൊക്കെ പറഞ്ഞേ ഉള്ളൂ. ബാണാസുര മണ്ണ് കൊടുത്തത് മണ്ണായി പോയത്. ബാണാസുര മണ്ണ് കൊടുത്തത് മണ്ണായി പോയതാ. പോത്താങ്കെട്ട് കെട്ട് കെട്ടിയതാണ്. ബ്രിട്ടീഷുകാര് ഇത് ചെയ്യാൻ പറയട്ടെ. വിജ്ഞാനം അറിയണം. ബ്രിട്ടീഷുകാര് പറയണേക്കുന്നത്. ബ്രിട്ടീഷുകാര് ഇത് ഡാം പോലെ കെട്ടാൻ വന്നപ്പോഴത്തേക്കും എങ്ങനെ നോക്കിയിട്ടും അത് പോകുന്നു. അപ്പോഴത്തേക്കും ഒരു ദിവസം രാത്രി കിടന്നുറങ്ങിയായിരുന്നു. ബ്രിട്ടീഷുകാർ കുറെ മറ്റേ പ്ലാനൊക്കെ വെച്ചിട്ട് കിടന്നുറങ്ങിയായിരുന്നു. ആ സമയത്താണ് ഈ ഭൂതം ഒരു ഐഡിയ കൊടുക്കുന്നതാണ്. ഈ രീതിയിൽ കെട്ടിക്കഴിഞ്ഞാൽ അതാണ് ആ മങ്കി പെൻ എന്ന് പറയുന്ന സിനിമയിൽ ഇതായിട്ട് എടുത്തിരിക്കുന്നത്. അതില് ആ പേന വന്നിട്ട് ഐലൻഡ് വില്ലിംഗ്ടൺ ഐലൻഡ് ഉണ്ടാക്കുന്ന കാര്യം പറയാം. അറിയാം. ഡൗൺലോഡ് ചെയ്ത് അല്ല, മങ്കി പെന്നിന്റെ വില്ലിംഗ്ടൺ ഐലൻഡ് ഉണ്ടാക്കുന്ന തുരുത്തുകൾ ഉണ്ടായിരുന്നു. എന്തോ
നമ്മൾ പെരിയാറാണ് നമ്മൾ വന്നത്. പെരിയാറാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ വന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടമലയാറാണ്. ഇടമലയാർ വൈദ്യുതി പ്രദേശങ്ങളിലെ പോകാം. പെരിയാർ ജോയിൻ ചെയ്തിട്ട് താഴെ ഡാം പെരിയാറായിട്ട് ഇവിടുന്ന് പെരിയാറായിട്ടാണ് പോകുന്നത്. ഡാം പുഴ അവിടെ തീരുവാ. ഇറിഗേഷനാണ് നമ്മുടെ കനാല് വഴി എറണാകുളം ഭാഗത്തേക്ക് വെള്ളം വിടുക. പിന്നെ പുഴയുടെ ഒരു ജോലി എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ഫോറസ്റ്റ് ഡിവിഷൻ ഒരു 3 ഡിവിഷൻ കൂടി ഇതാ സാറേ. നമ്മുടെ ഇത് മലയാറ്റൂര് ഡിവിഷൻ കോതമംഗലം അത് നമ്മൾ അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ ദിവ്യക്ക് തുറന്നു വിടാനുള്ള കനാല് വഴി വിടുവല്ലേ. അവിടുത്തെ നമ്മള് കനാല് വഴി തിരിച്ചു വിടും. 15 ഷട്ടറുകളോടി നമുക്ക് ജൂൺ മാസം വരെ കാണുള്ളൂ. മഴ ആരംഭിക്കുമ്പോഴേ ഡാം കൂടുതൽ തുറന്നോട്ട് കാലിയാകും. പിന്നെ ഡിസംബറിലെ വെള്ളം പിടിക്കും. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഡിസംബറിലെ ഇവര് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ബോട്ടിംഗ് ഉണ്ടാവുള്ളൂ. വെള്ളം തീരെ കുറവായിരിക്കും. കാണുന്നോ പാലം പോലെ ഇവിടെ തോന്നുന്നു. അടുത്തേക്ക് നമ്മള് പോവോ? ഇതോ ഇത് താഴ്ത്തി കഴിയുമ്പോ അത് ബ്ലോക്ക് ആവും. അതിന്റെ തന്നെ വലിയതാണ് ഈ കാണുന്നതല്ല. ഇതാണ് ശരിക്കും ഷട്ടർ. ഡാം ഇതാ. ഡാമിന്റെ ഷട്ടറുകളാ കനാലിലേക്ക് തുറന്നു കൊടുക്കുന്നല്ലേ. 15 ഷട്ടറുകളോ വാങ്ങിക്കണം. താഴേക്ക് ഇതൊക്കെ തുറന്നു വിട്ടില്ലേ? ഓൾറെഡി 10 മാസമല്ലേ ഓൾറെഡി ബുക്കിട്ടേക്കോ. ഈ കാണുന്ന നേരെ എപ്പോഴും തുറന്നു. അതിനൊരു ഹൈറ്റ് വ്യത്യാസം പോലെ കാണിച്ചേക്കാം. നമ്മളാ വെള്ളത്തിന് ടോപ്പിൽ കാണുന്ന ഷട്ടറിന്റെ കുറച്ച് ഭാഗം കാണാം. ഷട്ടറിന് താഴേക്കല്ലേ കിടക്കുന്നത്. വെള്ളമില്ല. ഞങ്ങൾ ഇതേണ്ട അവിടെ നിന്ന് അങ്ങനെ ബോട്ട് യാത്രയും കഴിഞ്ഞ് വന്ന് ഇതിൻ്റെ ഒരു ബട്ടർഫ്ലൈ പാർക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ നിന്ന് കാണാനായിട്ട് പോവുകയാണ്. മൊത്തം കാഴ്ചകളൊന്നും കാണാൻ സമയമില്ല. അവിടെ സീസൺ ആയിട്ടും പാർക്ക് മാത്രമേ ഉള്ളൂ. ബട്ടർഫ്ലൈ ഉണ്ടോ എന്നുള്ളതൊന്നും അറിയത്തില്ല. പണ്ട് സൂരൊക്കെ പോകാണ്. ഇപ്പോൾ സൂരൊന്നും ഇല്ലത്. ചിക്കൂരിനകത്ത് ഇരിപ്പിടമൊക്കെ ആയിട്ടുള്ള ചിക്കൂരിൻ്റെ മോഡൽ ബട്ടർഫ്ലൈ പാർക്ക് മ്യൂസിയം. ഒരുങ്ങുന്ന വീഡിയോ എടുത്തേക്കല്ലേ? ആ ഇത് ബട്ടർഫ്ലൈ പാർക്കിലൊക്കെ അല്ലേ പോകുന്നത്? ഇവിടെ അന്വേഷിച്ച് നടന്ന് കണ്ടുപിടിക്കണം ബട്ടർഫ്ലൈയെ. പേര് മാത്രമേ ഉള്ളൂ ബട്ടർഫ്ലൈ പാർക്കെന്ന്. അല്ല ഉണ്ടോ?
ഒന്നുമില്ല. ഒന്നുമില്ല, ആകെ ഏതോ ഹമ്മിങ് എന്ന് പറയുന്ന ഒരു ബട്ടർഫ്ലൈ കണ്ടു. അത്ര കണ്ടു. ഇത് പേര് മാത്രമേ ഉള്ളൂ ബട്ടർഫ്ലൈ പാർക്കെന്ന്. 5-6 പൂവും മാത്രം ഉണ്ടല്ലേ? കുറെ പൂക്കളുണ്ട്, പക്ഷെ വൈകുന്നേരം ആയതുകൊണ്ടായിരിക്കും. രാവിലെ ചിലപ്പോൾ കാണും. പക്ഷെ സീസൺ കാണാതിരിക്കും ചിലപ്പോൾ അതിന്. അത് രാവിലെ ബാക്കി അവിടെ ഉണ്ട്. ഈ 27 മെഡിസിനൽ പ്ലാന്റ്സിനകത്തുണ്ട് അത്. ഇത് തന്നെയാണോ എഴുതിയേക്കുന്നത് അവിടെ? ആണെന്ന് തോന്നുന്നില്ല. 27 കരിങ്ങാലി, കരിമുളം, മുള, വരയാൽ, നാഗ, പേരാൽ, കാശി, പൈക്കസ്, ഡിബോസ്. അത് പറഞ്ഞിട്ട് നാട്ടിൽ കാര്യമായിട്ടൊന്നുമില്ല, കാട് പോലെയുള്ള കുറേ കുരങ്ങന്മാരുണ്ട് ഇവിടെ. ഞാൻ ഫോൺ എടുത്തങ്ങ് അകത്ത് വെക്കട്ടെ, അല്ലെങ്കിൽ ചിലപ്പം അതുങ്ങൾ തപ്പിക്കൊണ്ട് പോകും. വേണ്ടിയിരിക്കുന്ന ഇഷ്ടം പോലെണ്ണം. നമുക്കിനി പുതിയ പുതിയ വീഡിയോസും കാഴ്ചകളൊക്കെ ആയിട്ട് ഇനിയും കാണാം. അതുവരേക്കും ടാറ്റാ.